ഒബ്സഷൻ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന അപൂർവമായ ഹൊറർ സിനിമകളിൽ ഒന്നാണ്. ഒറ്റ നോട്ടത്തിൽ കഥ വളരെ ലളിതമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ബാരൺ എന്ന യുവാവ് തൻ്റെ സുഹൃത്തായ നിക്കി എന്ന പെൺകുട്ടിക്ക് തന്നോട് പ്രണയം തോന്നാൻ വേണ്ടി ഒരു മാജിക് ടോയുടെ സഹായം തേടുന്നു. പക്ഷേ ആ ഒരു തീരുമാനം അവൻ്റെയും അവൻ്റെ ചുറ്റുമുള്ളവരുടെയും ജീവിതം പൂർണ്ണമായും തകർത്ത് കളയുന്നു. ഏകദേശം 7.5 ലക്ഷം ഡോളർ മാത്രം നിർമ്മാണ ചെലവിൽ ഒരുക്കിയ ഈ ചിത്രം ലോകമെമ്പാടുമായി 371 മില്യൺ ഡോളറിലധികം കളക്ഷൻ നേടി. അതോടെ ഇതുവരെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ലാഭകരമായ ഹൊറർ സിനിമകളിൽ ഒന്നായും ഫോക്കസ് ഫീച്ചേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായും ഇത് മാറി. പക്ഷേ ഒബ്സഷനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അതിൻ്റെ ബോക്സ് ഓഫീസ് വിജയത്തേക്കാൾ പോലും വലുതാണ്. യഥാർത്ഥ വില്ലൻ ആരാണ് എന്ന കാര്യത്തിൽ പോലും ഓഡിയൻസിനെ 2 തട്ടിലാക്കുന്ന ക്ലൈമാക്സ് ആണുള്ളത്. നിക്കി യഥാർത്ഥത്തിൽ ഒരു ദുരാത്മാവിൻ്റെ അധീനതയിലായിരുന്നു. സാൻഡി എന്ന പൂച്ചയ്ക്ക് നമ്മൾ കരുതുന്നതിലും വലിയ പ്രാധാന്യമുണ്ട്. ഹാൻസൽ ആൻഡ് ഗ്രെറ്റലിനെ കുറിച്ച് നിക്കി പറയുന്ന വിചിത്രമായ സംഭാഷണം യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ദുരൂഹമായ ഫോൺ കോളിൻ്റെ മറുവശത്തുണ്ടായിരുന്നത് ആരായിരുന്നു? അവസാനമായി ബാരണിന് സംഭവിച്ച ദുരന്തം അയാൾ അർഹിച്ചതായിരുന്നോ, അതോ ഒരു ശപിക്കപ്പെട്ട മാന്ത്രിക കളിപ്പാട്ടത്തിൻ്റെ ഇര മാത്രമായിരുന്നു അയാൾ? ഇന്ന് ഒബ്സഷൻ എന്ന സിനിമയിലെ 13 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ ആപ്പിൾ ടിവിയിൽ അവൈലബിൾ ആണ്. സൈക്കോളജിക്കൽ ഹൊറർ സിനിമകൾ ഇഷ്ടമുള്ളവർ കാണുക. വൺ വിഷ് വില്ലോ യഥാർത്ഥത്തിൽ എന്താണ്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സിനിമയിൽ വൺ വിഷ് വില്ലോ ഒരു വലിയ മാന്ത്രിക വസ്തുവായി അവതരിപ്പിക്കുന്നേയില്ല. അത് വെറും $6.99 വില വരുന്ന ഒരു സാധാരണ നോവൽറ്റി പ്രോഡക്റ്റ് പോലെയാണ് കാണിക്കുന്നത്. പാക്കറ്റ് തുറക്കുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെയാണ് കേൾക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതിനെക്കുറിച്ച് പ്രത്യേക കൺസിഡറേഷൻ ഒന്നും തന്നെയില്ല. പക്ഷെ അതേ വസ്തുവിന് $1 ബില്യൺ ആകാശത്ത് നിന്ന് പെയ്യിക്കാനും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വവും ഇച്ഛാശക്തിയും പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയുന്ന അതിശക്തമായ അമാനുഷിക ശക്തിയുണ്ട്. സിനിമ വ്യക്തമായി പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ടാബി കാറ്റ് ക്യൂരിയോസിറ്റീസ് എന്ന കമ്പനിയുടെ ഒരു നോവൽറ്റി പ്രൊഡക്റ്റാണ് വൺ വിഷ് വില്ലോ. അതിൻ്റെ പാക്കറ്റിൽ ഒരു പൂച്ചയുടെ ലോഗോ കാണാം. ഇത് ഉപയോഗിക്കുന്ന രീതി വളരെ ലളിതമാണ്. പെട്ടി തുറക്കുക, അതിനുള്ളിലെ ഉണങ്ങിയ ചെറിയ മരക്കൊമ്പ് എടുക്കുക, ശേഷം ഒരു ആഗ്രഹം പറയുക, മരക്കൊമ്പ് ഒടിക്കുക. 24 മണിക്കൂറിനുള്ളിൽ ആഗ്രഹം നടക്കും. ഒരു വ്യക്തിക്ക് ഒരാഗ്രഹം മാത്രം. ഒരിക്കൽ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലോ നടന്നാലോ പിന്നീടത് തിരുത്താനോ പിൻവലിക്കാനോ കഴിയില്ല. ഇത് സിനിമ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ബെയർ വീണ്ടും ആ കടയിൽ പോയി പുതിയ വില്ലോ വാങ്ങിക്കഴിഞ്ഞ് അവൻ അതിൻ്റെ കമ്പ് ഒടിക്കാൻ കഴിയാത്തത്. അതായത് ഈ മാന്ത്രിക ശക്തി ഒരു വ്യക്തിക്ക് ഒരാഗ്രഹം മാത്രം എന്ന നിയമം കർശനമായി പാലിക്കുന്നുണ്ട്. വൺ വിഷ് വില്ലോ യഥാർത്ഥത്തിൽ എന്താണെന്ന് സിനിമ ഒരിക്കലും വ്യക്തമായി പറയുന്നില്ല. അത് സംവിധായകൻ മനഃപൂർവ്വം അവ്യക്തമായി തന്നെ വിട്ടിരിക്കുന്ന ഒരു രഹസ്യമാണ്. പക്ഷേ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതൊന്ന് വിശദമായി നോക്കാം. ബെയർ കമ്പൊടിച്ച് നിക്കി ലോകത്തിലെ മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷം തന്നെ കാര്യങ്ങൾ മാറി തുടങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നിക്കി വീണ്ടും ബെയറിൻ്റെ കാറിനരികിലെത്തുന്നു. അവനോടൊപ്പം രാത്രി ചെലവഴിക്കണമെന്ന് അവൾ തന്നെ പറയുന്നു. ആ നിമിഷം മുതൽ അവൾ പഴയ നിക്കിയല്ല. അതുപോലെ ഇയാൻ വെറുതെ തമാശയ്ക്ക് എനിക്ക് $1 ബില്യൺ വേണം എന്ന് പറയുന്നു. കമ്പൊടിക്കുന്നു. അവൻ്റെ ആഗ്രഹത്തിന് പിന്നിൽ ആരെയും ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമില്ല. അതിനാൽ ആ വിഷ് അക്ഷരാർത്ഥത്തിൽ സഫലമാകുന്നു. ആകാശത്ത് നിന്ന് പണം മഴ പോലെ വീഴുന്നു. 2 പേരുടെയും ആഗ്രഹങ്ങൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവർ എങ്ങനെയാണോ വാക്കുകൾ ഉപയോഗിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇയാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടായിരുന്നു, അതുകൊണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ ബെയർ പറഞ്ഞതിൽ ലോകത്തിലെ മറ്റാരെക്കാളും എന്ന വാക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ബെയറിനെ വേറെ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ അത് ഈ ആഗ്രഹത്തിൽ പറയുന്നതിനെതിരാവും. അതുകൊണ്ടാണ് സാറയെ നിക്കി കൊല്ലുന്നത്. ബെയറിൻ്റെ ആഗ്രഹത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം അതിൽ മറ്റൊരു വ്യക്തി, അതായത് നിക്കി ഉൾപ്പെട്ടിരുന്നു എന്നും നിക്കിയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു എന്നതുമായിരുന്നു. സിനിമയിൽ വൺ വിഷ് വില്ലോയുടെ വർക്കിംഗ് ഏതാണ്ട് മങ്കീസ് പോ വിഷ് പോലെയാണ്. 1902 ഇറങ്ങിയ W ജേക്കബ്സ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദി മങ്കീസ് പോ. ഈ ബുക്കിൻ്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ വായിക്കുമല്ലോ. ഇതിൽ പറയുന്നത് ഒരു കുരങ്ങൻ്റെ സ്റ്റഫ് ചെയ്ത കൈ പിടിച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നടക്കുമെന്നാണ്. പക്ഷെ പറയുന്ന ആഗ്രഹം കൃത്യമായും ആരെയും അപകടത്തിൽപ്പെടുത്താത്തതും അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ആഗ്രഹം നടക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു 10 ലക്ഷം രൂപ വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടും. പക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണശേഷം അവരുടെ ഇൻഷുറൻസ് പൈസ ആയിരിക്കുമെന്ന് മാത്രം. സിനിമ പറയുന്നതും ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു രീതിയിൽ വർക്കാവുന്ന വില്ലോ ടോയിയെക്കുറിച്ചാണ്. നിക്കി യഥാർത്ഥത്തിൽ ഒരു ദുരാത്മാവിൻ്റെ അധീനതയിലായിരുന്നു. യഥാർത്ഥ നിക്കിക്ക് എന്താണ് സംഭവിച്ചത്? ഈ വീഡിയോയിൽ ഇനി ഒറിജിനൽ നിക്കിയെ നിക്കി എന്നും ബെയർ വിഷ് പറഞ്ഞതിന് ശേഷം മാറ്റം വന്ന നിക്കിയെ ഫ്രീക്കി നിക്കി എന്നുമാണ് പറയുക.
സിനിമയിൽ പല രംഗങ്ങളിലൂടെയും വളരെ വ്യക്തമായൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ നിക്കി മരിച്ചിട്ടില്ല. അവൾ സ്വന്തം ശരീരത്തിനുള്ളിൽ തന്നെ ബോധത്തോടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ബെയറിനോടൊപ്പം ഫ്രീക്കി നിക്കി ഉറങ്ങുന്ന ഒരു രംഗം. ആ സമയത്ത് യഥാർത്ഥ നിക്കിയുടെ ശബ്ദം പുറത്തു വരുന്നുണ്ട്. അവൾ വളരെ വ്യക്തമായി ബെയറിനോട് സംസാരിക്കുന്നു. നിരാശയോടെയും ഭയത്തോടെയും അവൾ പറയുന്നത് എന്നെ കൊന്നുകളയൂ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു രംഗമാണ്. കാരണം ആ നിമിഷം സിനിമ ഒരു കാര്യം ഉറപ്പിക്കുന്നു. ഒരേ ശരീരത്തിനുള്ളിൽ രണ്ട് വ്യത്യസ്ത കോൺഷ്യസ്നെസ് ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്ന് യഥാർത്ഥ നിക്കി, സ്വന്തം ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യവും അറിയുന്ന പക്ഷെ ഒന്നും തടയാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന യഥാർത്ഥ നിക്കി. മറ്റൊന്ന് ആഗ്രഹം സൃഷ്ടിച്ച പുതിയ സാന്നിധ്യം, അതായത് പ്രേക്ഷകർ ഫ്രീക്കി നിക്കി എന്ന് വിളിക്കുന്ന ആ എൻറ്റിറ്റി. അതാണ് ശരീരം നിയന്ത്രിക്കുന്നത്. ഇതിന് മറ്റൊരു വലിയ തെളിവാണ് കസ്റ്റമർ സർവീസ് ഹെൽപ്പ് ലൈൻ രംഗം. ഫോണെടുത്ത വ്യക്തി ബെയറിനോട് ചോദിക്കുന്നു, നിക്കിയോട് സംസാരിക്കണോ? ബെയർ സമ്മതിച്ചതോടെ ഫോണിൻ്റെ മറുവശത്തു നിന്ന് കേൾക്കുന്നത് ഭയാനകമായ നിലവിളി മാത്രമാണ്. ഇത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥ നിക്കി ഇപ്പോഴും എവിടെയോ നിലനിൽക്കുന്നുണ്ട്. അവൾ ബോധത്തോടെയുണ്ട്, അവൾ വേദന അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ഫ്രീക്കി നിക്കി സത്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു കഥാപാത്രമല്ല. അതിൻ്റെ ഏക ലക്ഷ്യം ലോകത്ത് ആരെക്കാളും ബെയറിനെ സ്നേഹിക്കുക എന്നത് മാത്രമാണ്. പക്ഷെ അതിന് മനുഷ്യരുടെ ഫീലിങ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നേയില്ല. ഉദാഹരണമായി നോക്കിയാൽ ബെയറിൻ്റെ പ്രിയപ്പെട്ട പൂച്ച സാൻഡിയുടെ ഒരു സ്മാരകം ഉണ്ടാക്കുന്നതും അതേ പൂച്ചയുടെ ഇറച്ചി കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി ബെയറിന് കൊടുക്കുന്നതും ഫ്രീക്കി നിക്കിയുടെ കാഴ്ചപ്പാടിൽ ബെയറിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്. അതുപോലെ നിക്കി ആഗ്രഹിച്ചത് ഒരു എഴുത്തുകാരിയാവണമെന്നാണ്. അതിന് ബെയർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഫ്രീക്കി നിക്കി ഹാൻസൽ ഗ്രെറ്റൽ കഥയെ ഡിഫറൻ്റായി എഴുതി അവതരിപ്പിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കഥ ഹ്യൂമൻ ഫീലിങ്സിനെ യാതൊരു വിധത്തിൽ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല. സത്യത്തിൽ നിക്കിയുടെ ശരീരത്തിൽ ഒരു പിശാച് കയറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ബെയർ പറഞ്ഞ ആഗ്രഹം ഒരു മനുഷ്യനെ പോലെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എന്തോ ഒന്നാണ് നിക്കിയുടെ ആത്മാവിനെ ഓവർകം ചെയ്ത് ആ ബോഡിയിൽ കയറിക്കൂടിയത്. ബെയർ ഇല്ലാത്ത സന്ദർഭത്തിൽ ഫ്രീക്കി നിക്കിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. ബെയർ മുൻപിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ആരെക്കാളും ബെയറിനെ സ്നേഹിക്കാൻ കഴിയൂ. ബെയർ ഇല്ലാത്ത സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കാൻ ഫ്രീക്കി നിക്കി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോറ് മുഴുവൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. എവിടെയെങ്കിലും പോവുകയാണെന്ന് പറയുമ്പോൾ കൂടെ പോകാൻ വേണ്ടി ആക്രമണകാരിയാവുന്നത്. ബെയർ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുന്നതുവരെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുന്നതും അതുകൊണ്ടാണ്. യഥാർത്ഥ വില്ലൻ ആരാണ്? ബെയർ ആണോ നിക്കിയാണോ? സിനിമയിലെ യഥാർത്ഥ വില്ലൻ നിക്കി അല്ല എന്ന് നിസ്സംശയം പറയാം. പക്ഷെ ബെയർ ആണെന്ന് പൂർണ്ണമായും പറയുവാനും കഴിയില്ല. നിക്കി അല്ല എന്ന് പറയുവാൻ കാരണം നിക്കിക്ക് ബെയറിനോട് പ്രണയം ഇല്ല എന്നുള്ളത് അവൾ തുറന്നു പറഞ്ഞതാണ്. ബെയറിനെ അവൾ നല്ലൊരു സുഹൃത്തായി മാത്രമാണ് കാണുന്നത്. ബെയറിനൊരു പ്രണയം തോന്നുവാനുള്ള രീതിയിൽ ഒരിക്കലും നിക്കി പെരുമാറിയിട്ടുമില്ല. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിക്കിയാണ്. സ്വന്തം ശരീരത്തിനുള്ളിൽ തടവുകാരിയായി കഴിയുന്നു. താൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് നിർബന്ധിതയാകുന്നു. സ്വന്തം നിയന്ത്രണമില്ലാതെ കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അവസാനം മൃതദേഹങ്ങൾക്കിടയിൽ കൊലപാതകത്തിൻ്റെ എല്ലാ തെളിവുകളോടും കൂടി ഭാവിയിൽ കുറ്റവാളിയായി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു. ബെയറാണ് യഥാർത്ഥ വില്ലൻ എന്ന് പറയുവാനുള്ള കാരണങ്ങൾ സിനിമ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കൂടി വരുന്നുണ്ട്. ബെയറിനെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഒരു മന്ത്രവാദിനിയും അവനെ വഞ്ചിച്ചിട്ടില്ല. ഒരു പിശാചും അവനെ പ്രലോഭിപ്പിച്ചിട്ടില്ല. വൺ വിഷ് വില്ലോ വാങ്ങാനും അതുപയോഗിച്ച് വിഷു പറയാനും തീരുമാനിച്ചത് ബെയർ തന്നെയാണ്. കാരണം തൻ്റെ പ്രണയം നിക്കിയോട് നേരിട്ട് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. അതുകൊണ്ടാണ് എളുപ്പ വഴി തിരഞ്ഞെടുത്തത്. വിഷു പ്രവർത്തിച്ചു തുടങ്ങിയ ഉടനെ തന്നെ ബെയറിന് നിക്കിയിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അവളുടെ പെരുമാറ്റം, സംസാര രീതി, നോട്ടം എല്ലാം മാറിയിരിക്കുന്നു. പക്ഷേ ആദ്യ നിമിഷം തന്നെ അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അവളോടൊപ്പം രാത്രി ചെലവഴിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നിക്കിയുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി വരുമ്പോഴും ബെയർ പലപ്പോഴും അവളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാത്രിയിൽ നിക്കിയുടെ ശരീരം ജീവനില്ലാത്ത ഒരു മനുഷ്യ ശരീരം പോലെ യാതൊരു ഫീലിങ്സ് ഇല്ലാതെ കിടക്കുമ്പോഴും ബെയർ അതൊന്നും തിരിച്ചറിയുവാൻ പോലും ശ്രമിക്കാതെ ലൈംഗിക ബന്ധം തുടരുന്നുണ്ട്. പിന്നീട് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോഴും ബെയർ പറയുന്നത് ഈ വിഷ് ക്യാൻസൽ ചെയ്യണം എന്നല്ല, പകരം ഇത് കുറച്ച് ആൾട്ടർ ചെയ്യാൻ കഴിയുമോ എന്നാണ്. വിഷ് ക്യാൻസൽ ചെയ്ത് നിക്കിയെ മോചിപ്പിക്കാൻ പോലും ബെയർ ആഗ്രഹിക്കുന്നില്ല. വിഷ് പൂർണ്ണമായും നഷ്ടമാകാതിരിക്കണം, പക്ഷേ അത് കുറച്ചുകൂടി സൗകര്യപ്രദമാകണം. അതാണ് അവൻ്റെ യഥാർത്ഥ ആഗ്രഹം. ബെയറിൻ്റെ സ്വാർത്ഥത ഏറ്റവും വ്യക്തമായി കാണിക്കുന്ന രംഗം സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ഫ്രീക്കി നിക്കി ഉറങ്ങുന്ന സമയത്താണ്. ആ സമയത്ത് യഥാർത്ഥ നിക്കി പുറത്തു വന്ന് കരഞ്ഞുകൊണ്ട് ബെയറിനോട് പറയുന്നു, ദയവായി എന്നെ കൊന്നുകളയും. പക്ഷേ ബെയറിൻ്റെ മറുപടി എന്താണ്? എന്നോടൊപ്പം ജീവിക്കുന്നതിൽ എന്താണ് ഇത്ര മോശം? ഈ ഒരു വാചകം മാത്രം ബെയറിൻ്റെ മുഴുവൻ വ്യക്തിത്വവും തുറന്നു കാണിക്കുകയാണ്.
ആ നിമിഷം അവൻ നിക്കിയുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവൾ അനുഭവിക്കുന്ന നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മറിച്ച് തന്നെ അവൾ നിരസിച്ചു എന്നതാണ് അവനെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതിലൂടെ സിനിമ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ബെയറിൻ്റെ സ്നേഹം ഒരിക്കലും നിക്കിയെക്കുറിച്ചായിരുന്നില്ല, അത് സ്വയം ആരെങ്കിലും സ്നേഹിക്കണമെന്നുള്ള അവൻ്റെ സ്വന്തം ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു. അവസാനം ബെയർ മരിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ നിക്കിയെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ആ സാഹചര്യത്തെ നേരിടാൻ അവന് കഴിയാത്തത് കൊണ്ടാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ സ്വയം വെടിവെക്കാൻ കഴിയുന്നില്ല. ഗുളിക കഴിച്ചിട്ട് ഉടനെ തന്നെ അത് ഛർദ്ദിച്ച് കളയുവാനും ശ്രമിക്കുന്നുണ്ട്. പൂർണ്ണമായും ബെയർ വില്ലൻ ആയിരുന്നില്ല എന്ന് പറയുവാൻ കാരണം ഗ്രാൻഡ് മദർ മരിച്ചു, അവൻ്റെ എല്ലാമായ പൂച്ച മരിച്ചു, അതോടെ ഒറ്റപ്പെട്ടു പോയതാണ് ബെയർ. പിന്നെ റിജക്ഷൻ ഭയന്നാണ് നിക്കിയോട് പ്രണയം തുറന്നു പറയാതിരുന്നത്. മറ്റൊരു പ്രധാന കാര്യം, വൺ വിഷ് വില്ലോ ഉപയോഗിക്കുമ്പോൾ അവൻ പറയുന്ന ആഗ്രഹം നടക്കുമെന്ന് അവന് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സ്വാർത്ഥതയും ഭീരുത്വവുമാണ് എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. ബെയർ വില്ലനാണോ അതോ ബെയർ സിമ്പതി അർഹിക്കുന്നുണ്ടോ എന്നതൊക്കെ പ്രേക്ഷകന് വിട്ടിരിക്കുകയാണ് സിനിമയിൽ. ഹാൻസൽ ആൻഡ് ഗ്രെറ്റലിനെ കുറിച്ചുള്ള ആ സംഭാഷണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സിനിമയിലെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന രംഗങ്ങളിൽ ഒന്നാണ് പാർട്ടി സീനിൽ നടക്കുന്ന ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ മോണോലോഗ്. ജങ്ക കളിക്കുന്നതിനിടയിൽ നിക്കി ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ കഥയെ വളരെ ഭയാനകവും അസ്വാഭാവികവുമായ രീതിയിലാണ് അവതരിപ്പിക്കുക. ആ മോണോലോഗിൽ ഗ്രെറ്റൽ പറയുന്ന ചില വരികൾ പ്രത്യേകിച്ച് ഓഡിയൻസിനെ നന്നായി ഞെട്ടിച്ചിട്ടുണ്ട്. അവൾ ഹാൻസലിൻ്റെ കയ്യിലെ തൊലി ജീവനോടെ പറിച്ചെടുക്കുമെന്നും അത് ലിക്കോറിസ് മിഠായി പോലെ ചുരുട്ടുമെന്നും ശേഷം ആ മാംസം സ്വന്തം കാലുകൾക്കിടയിൽ വെക്കുമെന്നും അതോടൊപ്പം ഹാൻസൽ ഈസ് മൈ സോൾ, ലവ് ഓൺലി ദ ബ്രാഞ്ച് ഓഫ് എ വില്ലോ ട്രീ കുഡ് കോൺജർ, ബ്രദർ യു വിൽ ബി ഇൻസൈഡ് ഓഫ് മീ ടുനൈറ്റ് എന്നിങ്ങനെ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാചകങ്ങളും അവൾ പറയുന്നു. സിനിമയുടെ തുടക്കത്തിൽ ബെയർ വില്ലോക്കം പൊടിച്ച ആഗ്രഹം പറയുന്നതിന് മുൻപ് എല്ലാം നോർമലായിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സിനിമയിൽ ഉടനീളം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ബെയറിന് ഇഷ്ടമുണ്ടായിരുന്ന പൂച്ചയെ എടുത്ത് ഫ്രീക്കി നിക്കി സ്മാരകം ഉണ്ടാക്കുന്നതും ഇറച്ചി വേവിച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതും ഒക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ബെയറിന് പൂച്ചയെ ഇഷ്ടമായിരുന്നത് കൊണ്ടാണ്. പൂച്ച മരിച്ചതിൻ്റെ സങ്കടം നിക്കിയോട് ഷെയർ ചെയ്തതുമാണ്. ഹാൻസൽ ഗ്രെറ്റൽ മോണോലോഗിന് ശേഷം ഫ്രീക്കി നിക്കി പറയുന്നത് ഇതാണ് ഞാൻ പുതിയതായി എഴുതിക്കൊണ്ടിരിക്കുന്ന വർക്ക് എന്നാണ്. നിക്കി ഇതിനു മുൻപ് ബെയറിനോട് ഒരു ലവ് സ്റ്റോറി എഴുതണമെന്നും പക്ഷേ അതൊരു റൊമാൻസ് സ്റ്റോറി ആയിരിക്കില്ല എന്നും പറഞ്ഞിരുന്നു. നിക്കി ഈ പറഞ്ഞത് അതേപോലെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഫ്രീക്കി നിക്കി ചെയ്യുന്നത്. ബെയറിൻ്റെ വിഷ് സൃഷ്ടിച്ച എൻറ്റിറ്റി യഥാർത്ഥ നിക്കിയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ നിക്കി മുൻപ് ബെയറിനോട് പറഞ്ഞിരുന്നത് നീ എനിക്കൊരു ബ്രദറിനെ പോലെയാണെന്നാണ്. ഫ്രീക്കി നിക്കി വായിക്കുന്ന ഹാൻസൽ ഗ്രെറ്റൽ കഥയിൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള നിർബന്ധിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥ നിക്കിയുടെ അവസ്ഥയുടെ റിഫ്ലക്ഷനാണ്. സ്വന്തം അനിയനെ പോലെ കണ്ടിരുന്ന ഒരാളുമായി സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു ബന്ധത്തിലേക്ക് നിർബന്ധിതയാകുകയാണ് അവൾ. അതുപോലെ അവസാന വരികൾ പറയുന്നത് വില്ലോ മരത്തിൻ്റെ ഒരു ശാഖയുടെ മന്ത്രം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന പ്രണയമാണിത് എന്നാണ്. ഇത് ഫ്രീക്കി നിക്കിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ നിക്കി ബെയറിനോട് പറയുന്നത് പോലെയും തോന്നാം. ഹാൻസൽ ഗ്രെറ്റൽ കഥ സത്യത്തിൽ ഒറിജിനൽ നിക്കിയുടെ എഴുത്തുകാരി ആവണമെന്നുള്ള ആഗ്രഹവും ബെയറിനെ ഒരു സഹോദരനായി കാണുന്നു എന്നുള്ള തുറന്നു പറച്ചിലും വില്ലോ മരത്തിൻ്റെ മാജിക് കൊണ്ടാണ് ഈ ബന്ധം നടന്നതെന്നും പറയുകയാണ്. പക്ഷേ അതോടൊപ്പം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു ഹ്യൂമൻ ഫീലിങ്സോ എത്തിക്സോ റിലേഷൻഷിപ്പ് വാല്യൂസോ കണക്കാക്കാതെയാണ്. ഹാൻസൽ ഗ്രെറ്റൽ മോണോലോഗ് സത്യത്തിൽ ഒരേ സമയം ഒറിജിനൽ നിക്കിയുടെയും ഫ്രീക്കി നിക്കിയുടെയും പ്രസൻസ് ഉണ്ടാവുന്ന സന്ദർഭമാണ് സിനിമയിൽ. സിനിമയുടെ ക്ലൈമാക്സിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സിനിമയുടെ അവസാന ഭാഗത്തെ സംഭവങ്ങൾ ക്രമമായി നോക്കാം. ഫ്രീക്കി നിക്കി സാറയെയും ഇയാനെയും കൊലപ്പെടുത്തിയതിന് ശേഷം ബെയർ ഒരു തോക്കും ഓക്സിക്കോഡോൺ ഗുളികകളുടെ ഒരു കുപ്പിയുമായി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ആദ്യം അവൻ തോക്ക് സ്വന്തം തലയിലേക്ക് ചൂണ്ടുന്നു, പക്ഷേ ട്രിഗർ അമർത്താനുള്ള ധൈര്യം അവനില്ല. അവസാനം അവൻ കുറേയധികം ഓക്സിക്കോഡോൺ ഗുളികകൾ കഴിക്കുന്നു. ഈ ഗുളിക തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ സാൻഡി എന്ന പൂച്ചയുടെ മരണത്തിനും കാരണമാവുന്നത്. അതിലൂടെ സിനിമ തുടക്കവും അവസാനവും തമ്മിലൊരു വ്യക്തമായ ബന്ധമുണ്ടെന്നും കാണിക്കുന്നുണ്ട്. പക്ഷേ ഗുളികകൾ കഴിച്ച ഉടനെ തന്നെ ബെയർ അവൻ്റെ തീരുമാനം മാറ്റുന്നു. വിരലുകൾ തൊണ്ടയ്ക്കുള്ളിലേക്ക് കയറ്റി ഗുളികകൾ ഛർദ്ദിച്ച് പുറത്തു കളയാൻ അവൻ ശ്രമിക്കുന്നു. ഈ ചെറിയ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ബെയർ നിക്കിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ മരിക്കാൻ ശ്രമിച്ചതല്ല. അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ മരണത്തെ നേരിട്ട നിമിഷം തന്നെ അവൻ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ അവൻ്റെ അവസാന തീരുമാനവും സ്വാർത്ഥതയിൽ നിന്നാണ് ഉണ്ടായതെന്ന് സിനിമ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് മിക്ക പ്രേക്ഷകരും ആദ്യ തവണ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ കാര്യം സംഭവിക്കുന്നുണ്ട്. ബെയർ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് വൺ വിഷ് വില്ലോ ഒടിക്കുന്ന വ്യക്തമായ ശബ്ദം കേൾക്കാം. ഒപ്പം അതിൻ്റെ പെട്ടി പൊട്ടിക്കുമ്പോൾ കേൾക്കുന്ന മ്യൂസിക്കും. അതിൻ്റെ അർത്ഥം നിക്കി ബാക്കി ഉണ്ടായിരുന്ന അവസാനത്തെ വൺ വിഷ് വില്ലോ കണ്ടെത്തി അതും ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ നിക്കി എന്തായിരിക്കാം വിഷ് പറഞ്ഞത്? തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ
ബെസ്റ്റ് ഗസ് ഇതാണ്: ഞാൻ ബെയറിനെ സ്നേഹിക്കുന്നത് പോലെ അവൻ എന്നെയും സ്നേഹിക്കണം. അതോടെ ബെയറിൻ്റെ പെരുമാറ്റം പൂർണ്ണമായും മാറും. മുമ്പ് നിക്കി അനുഭവിച്ചിരുന്ന അതേ വിഷിൻ്റെ സ്വാധീനത്തിലാണ് ബെയർ ഇപ്പോൾ. രണ്ടുപേരും ഭ്രാന്തമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. സിനിമയിലെ ഏറ്റവും ഭീകരമായൊരു നിമിഷം ഇതാണ്. രണ്ട് മനുഷ്യർ എന്തോ എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ ഇടപെടൽ കൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ നിർബന്ധിതരാകുന്നു. പക്ഷേ അമിതമായി ഗുളികകൾ കഴിച്ചതുകൊണ്ട് ബെയർ ആ നിമിഷം മരിക്കുന്നു. ബെയർ മരിച്ചതോടെ ബെയറിൻ്റെ ആഗ്രഹവും ഫ്രീക്കി നിക്കിയുടെ ആഗ്രഹവും ഇല്ലാതെയാവുന്നു. ഒരു വീട്, 3 ശവങ്ങൾ, എല്ലാത്തിനും നടുവിൽ നിക്കി. സിനിമ അവസാനിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നത് നിക്കി മാത്രമാണെങ്കിലും ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നതും അവളാണ്. ഫ്രീക്കി നിക്കി എന്തുകൊണ്ടാണ് ബെയറിൻ്റെ പൂച്ചയായ സാൻഡിയെ പോലെ പെരുമാറുന്നത്? സിനിമയിൽ ഉടനീളം ഫ്രീക്കി നിക്കിയുടെ പല പെരുമാറ്റങ്ങളും ഒരു മനുഷ്യനേക്കാൾ ഒരു വളർത്തു പൂച്ചയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ബെയർ ഉറങ്ങുമ്പോൾ മുറിയുടെ ഒരു കോണിൽ നിശബ്ദമായി നിന്നുകൊണ്ട് അവനെ നോക്കുന്നത്, മണിക്കൂറുകളോളം വാതിലിനരികിൽ അനങ്ങാതെ കാത്തു നിൽക്കുന്നത്, ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ പൂച്ചയുടെ കണ്ണുകളെ പോലെ തിളങ്ങുന്നത്, ഛർദ്ദിക്കുമ്പോൾ പൂച്ചയുടെ ഭക്ഷണം പോലെയുള്ള വസ്തുക്കൾ പുറത്തു വരുന്നത്, താനൊരു കീടത്തെ തിന്നതായി പറയുന്നത്, സാറയെ കൊല്ലുന്നത് പോലും ഒരു പൂച്ച ഒളിഞ്ഞിരുന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത് പോലെയാണ്. സത്യത്തിൽ ഫ്രീക്കി നിക്കിയുടെ ശരീരത്തിൽ സാൻഡിയുടെ ആത്മാവ് കയറിയിട്ടില്ല. ബെയറിൻ്റെ ആഗ്രഹപ്രകാരം അവൾ അവനെ സ്നേഹിക്കുവാൻ മാതൃകയാക്കുന്നത് സാൻഡിയായിരുന്നു. വിഷ് സൃഷ്ടിച്ച മാറ്റം ബെയർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ജീവിയെ അനുകരിക്കുകയാണ്. ബെയറിൻ്റെ ജീവിതത്തിൽ നിരുപാധികമായി അവനെ സ്നേഹിച്ചിരുന്ന ഒരേയൊരു ജീവി സാൻഡിയായിരുന്നു. അതിനാൽ ബെയർ ആഗ്രഹിക്കുന്ന സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ വൺ വിഷ് വില്ലോയ്ക്ക് കിട്ടിയ ഒരേയൊരു മാതൃക അത് സാൻഡി എന്ന പൂച്ച തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത് പൂച്ചയുടെ പെരുമാറ്റങ്ങൾ അനുകരിക്കാൻ തുടങ്ങിയത്. സാൻഡി മരിച്ചത് ബെയറിന് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോൾ ഫ്രീക്കി നിക്കി സാൻഡിയെപ്പോലെ പെരുമാറിയാൽ ഫ്രീക്കി നിക്കി ലോകത്തിലെ മറ്റാരെക്കാളും തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ബെയറിന് തോന്നുമെന്നും വില്ലോ പവർ കണക്കാക്കിയിട്ടുണ്ടാവും. കസ്റ്റമർ സർവീസ് കോളിൽ ഫോണിൻ്റെ മറുവശത്തുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഫോണിലൂടെ കേൾക്കുന്ന ശബ്ദം വൺ വിഷ് വില്ലോ നിർമ്മിക്കുന്ന ടാബി കാറ്റ് ക്യൂരിയോസിറ്റീസ് എന്ന കമ്പനിയുടെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റേതാണ്. രസകരമായ മറ്റൊരു കാര്യം, ആ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് സംവിധായകൻ കറി ബാർക്കർ തന്നെയാണ്. ഫോണിലൂടെ സംസാരിക്കുന്ന ആ വ്യക്തിയുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ ഒരു സാധാരണ കോൾ സെൻറ്റർ ജീവനക്കാരനെ പോലെയാണ് തോന്നുക. വളരെ ബോറടിച്ച, യാതൊരു വികാരവുമില്ലാത്ത, ഒരു താല്പര്യവുമില്ലാത്ത കോർപ്പറേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ജീവനക്കാരൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. അയാൾ ബെയറിനോട് വ്യക്തമായി പറയുന്നുണ്ട്, വിഷ് ഇനി മാറ്റാൻ കഴിയില്ല, അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കില്ല, ബെയർ മരിക്കുന്നത് വരെ വിഷ് അവസാനിക്കുകയുമില്ല, നീ അവൾക്ക് വേണ്ടി ഇത് ചൂസ് ചെയ്തതുകൊണ്ട് ഇത് റിയൽ അല്ലാതെ ആവുന്നില്ല എന്ന് പറയുന്നതോടെയാണ് നിക്കി അനുഭവിക്കുന്നതിൻ്റെ ഭീകരത തിരിച്ചറിയുക. കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പെരുമാറ്റമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അയാളൊരു പിശാചിനെ പോലെ സംസാരിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല, വികാരങ്ങളൊന്നുമില്ല. പകരം ഒരു സാധാരണ കസ്റ്റമർ സപ്പോർട്ട് ജീവനക്കാരൻ പ്രൊഡക്റ്റ് പോളിസി വിശദീകരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ വിഷിൻ്റെ എല്ലാ നിയമങ്ങളും അയാൾക്കറിയാം. നിക്കിയുമായി ബെയറിനെ കണക്ട് ചെയ്യാനും അയാൾക്ക് കഴിയും. അതിനർത്ഥം അയാളൊരു സാധാരണ മനുഷ്യനല്ല, അല്ലെങ്കിൽ അയാൾ വെറും കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ്റ് മാത്രവുമല്ല. അതെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ആണെന്നൊക്കെ പറയേണ്ടി വരും. അതിൻ്റെ ജോലി വൺ വിഷോ വില്ലോയുടെ നിയമങ്ങൾ പാലിപ്പിക്കുക മാത്രമാണ്. അതിന് മനുഷ്യരുടെ വേദനയോടോ ധാർമ്മികതയോടോ ഒരു ബന്ധവുമില്ല. വരും ഭാഗങ്ങളിൽ ചിലപ്പോൾ ഈ കസ്റ്റമർ കെയർ ഏജൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുമായിരിക്കുമെന്നല്ലാതെ നിലവിൽ കൃത്യമായ ഒരു ഉത്തരം സിനിമ തരുന്നില്ല. ബെയറിന് എന്തുകൊണ്ട് തൻ്റെ വിഷ് ഒരു രീതിയിലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല? വൺ വിഷ് വില്ലോയിൽ ഒരാൾക്ക് ഒരു വിഷ് മാത്രമേ അനുവദിക്കൂ. ഒരിക്കൽ വിഷ് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നീട് മറ്റൊരു വില്ലോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിന് വ്യക്തമായ തെളിവ് സിനിമ നൽകുന്നുണ്ട്. വിഷ് പറഞ്ഞതിന് ശേഷം ബെയർ വീണ്ടും കടയിൽ പോയി കുറേ വില്ലോകൾ വാങ്ങുന്നു. പക്ഷേ അവയിൽ ഒന്നിൻ്റെയും കമ്പൊടിക്കാൻ അവന് കഴിയുന്നില്ല. എത്ര ശക്തിയായി ശ്രമിച്ചാലും ആ കമ്പുകൾ ഒടിയുന്നില്ല. അതിലൂടെ സിനിമ ഒരു കാര്യം വ്യക്തമാക്കുന്നു: മാജിക് തന്നെയാണ് വൺ പേഴ്സൺ വൺ വിഷ്, ഒരാൾക്ക് ഒരാഗ്രഹം എന്ന നിയമം നടപ്പിലാക്കുന്നത്. എനിക്ക് വിഷ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എന്ന ചിന്തയാണ് ബെയറിനെ ഇയാൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഒരു തമാശയ്ക്ക് ഇയാൻ എനിക്ക് $1 ബില്യൺ വേണം എന്ന് പറഞ്ഞതോടെ അവൻ്റെ വിഷ് തീർന്നു. പിന്നീട് ഫ്രീക്കി നിക്കിയുടെ അടുത്തേക്ക് വൺ വിഷ് വില്ലയുടെ പാക്കറ്റായി പോകുന്നത്, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിഷ് ക്യാൻസൽ ചെയ്യാൻ വിഷ് ചെയ്യണം എന്ന് പറയാനാണ്. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയും. ഇങ്ങനെ ഒരു കാര്യം ബെയർ പറഞ്ഞാൽ തന്നെ അത് കേൾക്കാൻ പോകുന്നത് ഒറിജിനൽ നിക്കി ആവില്ല, ഫ്രീക്കി നിക്കി ആയിരിക്കും. ഫ്രീക്കി നിക്കിയുടെ നിലനിൽപ്പിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ബെയറിനെ ലോകത്തിലെ മറ്റാരെക്കാളും സ്നേഹിക്കുക. അതിനാൽ സ്വന്തം നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന ഒരു വിഷ് അത് ഒരിക്കലും പറയില്ല. അങ്ങനെ ചെയ്യുന്നത് സ്വന്തം അസ്തിത്വം തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ആ കടയിൽ നിന്നും വാങ്ങിയ അവസാനത്തെ വില്ലോ സ്റ്റിക്ക് ഫ്രീക്കി നിക്കി ഓടിക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ്. സാറ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ ഇത്ര പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്നത്? സാൻഡി മരിച്ച ശേഷം ബെയർ ഏറ്റവും മോശം മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത് സാറയാണ്.
അവരുടെ ഇടയിലെ സംഭാഷണങ്ങൾ വളരെ നോർമലാണ്. അവർക്കിടയിൽ യാതൊരു റൊമാൻസും ഇല്ല. സാധാരണ സുഹൃത്തുക്കളെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. സാറ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ആദ്യം പങ്കുവയ്ക്കുന്നത് ബെയറിനോടാണ്. ഉദാഹരണത്തിന്, കോളേജ് അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിയപ്പോൾ അത് കാണിക്കാൻ അവൾ ബെയറിനെ അന്വേഷിച്ചാണ് എത്തുന്നത്. ഇത് അവളുടെ ജീവിതത്തിലെ ബെയറിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന രംഗമാണ്. ജെങ്ക ഗെയിം കളിക്കുമ്പോൾ ബെയറിന് കിട്ടുന്ന ടാസ്ക് ഇടതുവശത്തുള്ള ആളെ ഉമ്മ വയ്ക്കുക എന്നതായിരുന്നു. സിനിമയിൽ ഉടനീളം ശ്രദ്ധിച്ചാൽ പല രംഗങ്ങളിലും സാറ ബെയറിൻ്റെ ഇടതുവശത്താണ് നിൽക്കുന്നത്. അതേസമയം നിക്കി കൂടുതലായി അവൻ്റെ വലതുവശത്താണ്. ആദ്യമൊക്കെ ഫ്രീക്കി നിക്കി ബെയറിനോട് സ്നേഹം കാണിച്ചിരുന്നത് സാൻഡി എന്ന പൂച്ചയുടെ പെരുമാറ്റത്തെ പോലെയായിരുന്നു. പക്ഷേ സാറയെ കൊലപ്പെടുത്തിയ ശേഷം ഫ്രീക്കി നിക്കിയുടെ പെരുമാറ്റം സാറയെ പോലെയായിരുന്നു. സാറയുടെ ഡ്രസ്സ് ധരിക്കുന്നു, മാർക്കർ ഉപയോഗിച്ച് സാറയുടെ ടാറ്റുകൾ സ്വന്തം ശരീരത്തിൽ വരയ്ക്കുന്നു, സാറയുടെ മുടി മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. ഈ സമയത്താണ് ഫ്രീക്കി നിക്കി മനസ്സിലാക്കുന്നത് ലോകത്ത് ബെയറിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സാറയാണെന്ന്. സാറയെ കൊന്ന് ആ ശവശരീരത്തെ അത്രയധികം വികൃതമാക്കി ഫ്രീക്കി നിക്കി സാറയായി മാറുകയാണ്. ഇതിലൂടെ വൺ വിഷ് വില്ലോയുടെ പവർ ബെയറിന് ലഭിക്കാമായിരുന്ന യഥാർത്ഥ ലൈഫിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക കൂടിയാണ്. ബെയറിൻ്റെ അവസാനം അവൻ അർഹിച്ചതായിരുന്നു. ബെയറിൻ്റെ ഓരോ തീരുമാനവും അവനെ അടുത്ത ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു. സത്യം തുറന്നു പറയുന്നതിന് പകരം എളുപ്പവഴി തിരഞ്ഞെടുത്തു. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. നിക്കിയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിന് പകരം അവളെ സ്വന്തമാക്കാനാണ് ശ്രമിച്ചത്. ഓരോ തെറ്റായ തീരുമാനവും അടുത്ത വലിയ ദുരന്തത്തിലേക്ക് വഴിയൊരുക്കി. അതുകൊണ്ട് ബെയറിൻ്റെ മരണം ഒരു അമാനുഷിക ശക്തിയുടെയും പ്രതികാരമല്ല, പ്രപഞ്ചം നൽകിയ ശിക്ഷയുമല്ല. അത് അവൻ്റെ സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെ അനിവാര്യമായ അവസാനമാണ്. അതുകൊണ്ട് തന്നെ ഒബ്സഷൻ പറയുന്നത് ബെയർ ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു എന്നല്ല, പക്ഷേ തൻ്റെ ഭീരുത്വവും സ്വാർത്ഥതയും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരാളുടെ ജീവിതം എങ്ങനെ പതിയെ തകർന്നു വീഴുന്നു എന്ന കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ തന്നെ ഇതെല്ലാം വരുത്തി വെച്ചതാണ്. ഒബ്സഷൻ നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ സിനിമ യഥാർത്ഥത്തിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇതൊരു സൈക്കോളജിക്കൽ ഹൊററാണ്. ടോക്സിക് റിലേഷൻഷിപ്പുകളെക്കുറിച്ചുള്ള സിനിമയാണ്. പുരുഷ മേധാവിത്വ മനോഭാവത്തെക്കുറിച്ചുമുള്ള സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഒരു വ്യക്തിയോടുള്ള ലവ് അഥവാ പ്രണയവും ഒബ്സഷൻ അഥവാ അമിതമായി ആകൃഷ്ടരാകുന്നതും ഒന്നല്ല. നിക്കി ബെയറിനോട് പറയുന്നുണ്ട്, ഞാനൊരു ലവ് സ്റ്റോറി എഴുതുകയാണ്, പക്ഷെ അതൊരു റൊമാൻസ് അല്ല. ബെയർ ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നില്ല. പക്ഷേ സിനിമയുടെ മുഴുവൻ കഥയും ആ ഒരു വാചകത്തിൻ്റെ വിശദീകരണമാണ്. കാരണം പ്രണയം ഒരാളെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല, ഒബ്സഷൻ എപ്പോഴും സ്വന്തമാക്കാൻ ശ്രമിക്കും. പ്രണയം ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കും, ഒബ്സഷൻ ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കും. പ്രണയം മറ്റൊരാളുടെ സന്തോഷം ആഗ്രഹിക്കും, ഒബ്സഷൻ സ്വന്തം സന്തോഷം മാത്രമാണ് അന്വേഷിക്കുന്നത്. ബെയർ നിക്കിയെ സ്നേഹിക്കുന്നില്ല, അവളെ സ്വന്തമാക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിലെ നൈസ് ഗൈ കൾച്ചർ എന്ന ആശയത്തിൻ്റെ മറ്റൊരു വശം സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ പോലും ഒട്ടുമിക്ക പ്രേക്ഷകർക്കും ബെയറിനോടൊരു സഹതാപം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം പുറമേ നോക്കുമ്പോൾ ബെയർ ഒരു സാധാരണ നാണം കുടുങ്ങിയായ ആരെയും ഉപദ്രവിക്കാത്ത യുവാവാണ്. അവൻ നിക്കിയെ ഒരുപാട് സ്നേഹിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം മാറി നിക്കി ബെയറിനെ പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് കരുതിയ പ്രേക്ഷകർ കുറവല്ല. പക്ഷേ ഇത്രയധികം നൈസ് ഗൈ ആയ ബെയർ സത്യത്തിൽ ചെയ്യുന്നത് എന്താണ്? ബെയറിൻ്റെ ഇൻ്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ പഴയ സെർച്ചുകൾ അവൻ്റെ മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവരുടെ മരുന്നിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. അമ്മൂമ്മയുടെ മരണശേഷമാണ് ഒരു പെൺകുട്ടിയെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാമെന്നൊക്കെയുള്ള സെർച്ച് അവൻ ചെയ്യുന്നത്. ബെയറിൻ്റെ നിക്കിയോടുള്ള വികാരം വർഷങ്ങളായുള്ള ആഴമുള്ള പ്രണയമായിരുന്നില്ല. ഒറ്റപ്പെടലും നഷ്ടബോധവും കാരണം പെട്ടെന്ന് രൂപപ്പെട്ട ഒരു ഒബ്സഷനായിരുന്നു അത്. അതായത് അവൻ നിക്കിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടല്ല അവളെ സ്നേഹിച്ചത്, സ്വന്തം ഏകാന്തത നിറയ്ക്കാനുള്ള ഒരു മാർഗമായി അവളെ കണ്ടു. നിക്കി അവനെ സ്നേഹിക്കണമെന്ന് അവൻ ഉള്ളിൽ വിശ്വസിക്കുന്നു. അവൾക്ക് സ്വന്തം തീരുമാനമെടുക്കാനുള്ള അവകാശത്തേക്കാൾ സ്വന്തം വികാരങ്ങൾക്കാണ് അവൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബാരൺ ബെയ്ലി എന്നാണ് നായകൻ്റെ പേര്. സിനിമയിൽ ഉടനീളം വിളിക്കുന്നത് ബെയർ എന്നും. ബെയർ എന്നാൽ കരടിയാണ്. തുടക്കത്തിലൊരു ടെഡ്ഡി ബെയറിനെ പോലെ തോന്നുമെങ്കിലും ഇതേ ബെയർ തന്നെയാണ് കാട്ടിലെ ഏറ്റവും ആക്രമണകാരിയായ മൃഗങ്ങളിലൊന്ന്. ഇപ്പോഴും ഈ നൈസ് ഗൈ കൾച്ചറിനും മറ്റൊരു മുഖം ഉണ്ടെന്നുള്ളത് കൂടി വിമർശിക്കുകയാണ് സിനിമ. സിനിമയുടെ മറ്റൊരു പ്രധാന ആശയം കൺസെൻറ്റ്, അതായത് ഒരാളുടെ സമ്മതമാണ്. വിഷ് പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നിക്കി ചെയ്യുന്ന ഒരു കാര്യത്തിനും അവളുടെ സ്വന്തം സമ്മതമില്ല. അവൾ സ്വന്തം ശരീരത്തിനുള്ളിലെ ഒരു തടവുകാരിയാണ്. ഒരാൾ നിർബന്ധിച്ച് സ്നേഹിപ്പിച്ചാൽ ആ സ്നേഹം ഒരിക്കലും മനോഹരമാകില്ല. അത് പതിയെ ഒരു ഭീകര രൂപത്തിലേക്ക് മാറും. അപ്പോൾ പ്രശ്നം ആ വ്യക്തിയല്ല, പ്രശ്നം നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ച ആ സ്നേഹമാണ്. അതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എളുപ്പവഴി തേടുന്നത് ഒടുവിൽ വലിയ നാശത്തിലേക്കാണ് നയിക്കുക. ബെയറിന് നിക്കിയോട് സത്യം തുറന്നു പറയാമായിരുന്നു, അവളുടെ മറുപടി സ്വീകരിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടാൽ മുന്നോട്ട് പോകാമായിരുന്നു.
അവസാനം പ്രശ്നങ്ങളായപ്പോൾ പോലും അവൻ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ പോയി തെറ്റായ തീരുമാനങ്ങളുടെ വില ചുറ്റുമുള്ള എല്ലാവർക്കും നൽകേണ്ടി വരുന്നു. ഇയാന് ലഭിച്ച $1 ബില്യൺ പിന്നീട് എന്ത് സംഭവിച്ചു? ഒരാളുടെ മരണത്തോടെ അയാളുടെ ആഗ്രഹം ഇല്ലാതെയാവുമെന്നത് ഒരു നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇയാൻ മരിച്ചതോടെ ആ പണത്തിന് എന്ത് സംഭവിക്കും? അതുപോലെ ഇയാൻ്റെ വിഷ് എന്തുകൊണ്ട് ബെയറിൻ്റെ വിഷ് പോലെ ഭീകരമായ രീതിയിൽ തിരിച്ചടിച്ചില്ല? ഇയാൻ ആരെയും ഉപദ്രവിക്കാനോ നിയന്ത്രിക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അവൻ വെറുതെ തമാശയ്ക്കാണ് വിഷു പറഞ്ഞത്. അതുകൊണ്ടാണ് ബില്ലു അവൻ്റെ ആഗ്രഹം യാതൊരു ദോഷഫലവും കൂടാതെ നിറവേറ്റിയത്. അവൻ്റെ മരണം വിഷ് കാരണം സംഭവിച്ചതല്ല. അതിന് കാരണം തെറ്റായ സ്ഥലത്ത് തെറ്റായ സമയത്ത് എത്തിയതുകൊണ്ടാണ്. ഇയാൻ ജീവനോടെ രക്ഷപ്പെട്ടാലും ആ പണം ഒടുവിൽ അവൻ്റെ ജീവൻ നശിപ്പിച്ചേനെ. $1 ബില്യൺ പെട്ടെന്ന് ഒരാളുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതെങ്ങനെ വിശദീകരിക്കും? സർക്കാർ അന്വേഷണങ്ങൾ, പോലീസ്, മാധ്യമങ്ങൾ, കുറ്റവാളികൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിയും. അതുകൊണ്ട് നിക്കി കൊന്നില്ലെങ്കിലും ആ വിഷ് ഒരിക്കൽ ഇയാൻ്റെ ജീവിതത്തിലെ വലിയ പ്രശ്നമായി മാറുമായിരുന്നു. ആ പണം പെട്ടെന്ന് മാഞ്ഞു പോവുകയൊന്നുമില്ല. അത് ആ വീട്ടിൽ തന്നെ എല്ലാ കാലവും കിടക്കും, ആരെങ്കിലും എത്തി നോക്കുന്നത് വരെ. സിനിമ അവസാനിച്ചതിന് ശേഷം നിക്കിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിരിക്കാം? അവൾ ജയിലിൽ പോകുമോ? സിനിമ അവസാനിക്കുമ്പോൾ യഥാർത്ഥ നിക്കി ബോധം വീണ്ടെടുക്കുന്നു. പക്ഷെ അവൾ കാണുന്നത് 3 മൃതദേഹങ്ങളും കൊലപാതകങ്ങളുടെ എല്ലാ തെളിവുകളും മാത്രമാണ്. അതിനുശേഷം സിനിമ അവസാനിക്കുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് പോലുമില്ല. റിയൽ വേൾഡിലെ നിയമങ്ങൾ നോക്കിയാൽ എല്ലാ തെളിവുകളും നിക്കിക്കെതിരാണ്. നിക്കി ഈ കൊലപാതകങ്ങളൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടില്ല. സ്വന്തം ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഒരു തടവുകാരിയായിരുന്നു അവൾ. പക്ഷെ ഒരു കോടതിയിൽ ഒരു മാജിക് വിഷ് ടോയ് എൻ്റെ ജീവിതം നശിപ്പിച്ചു, എൻ്റെ ശരീരം നിയന്ത്രിച്ചു എന്ന വിശദീകരണം ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. നിക്കിയെ ആകെ സഹായിക്കാൻ കഴിയുന്നവർ സാറയുടെ അച്ഛനും ഇയാൻ്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും മാത്രമാണ്. നിക്കി വളരെ വിചിത്രമായി പെരുമാറുന്നത് കണ്ടിരുന്നു എന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നിക്കി നിരപരാധിയാവാനുള്ള സാധ്യതയും കുറവാണ്. നിക്കി വീണ്ടും സ്വതന്ത്രയായി. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ചെയ്യാത്ത കൊലപാതകങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വം ഇനി അവൾക്കാണ്. അതോടൊപ്പം ജീവിതകാലം മുഴുവൻ ആ ഭീകര അനുഭവങ്ങളുടെ മാനസിക ആഘാതവും അവൾ വഹിക്കേണ്ടി വരും. വീഡിയോ അവസാനിക്കുകയാണ്. ഒബ്സഷൻ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും ഇനിയുള്ള ചോദ്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ചേർക്കൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.